അവന്റെ തിങ്ങി വിങ്ങുന്ന വേദനകൾക്ക് പരിഹാരമുണ്ടാകണമെങ്കിൽ, അഴിക്കുന്നോട് കുരുക്കുകളേറുന്ന പ്രശ്നങ്ങൾക്ക് ഒരറുതി വരണമെന്ന് വരികിൽ, അവന്റെ ഹൃദയത്തിൽ സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കണമെന്ന് വരികിൽ, അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടതായിട്ടുണ്ട്. പക്ഷേ എങ്ങനെ മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലും? എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, മതങ്ങളും ഇസങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും തോറ്റ മണ്ണിൽ പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ മാനവജാതിയുടെ നല്ല ഇടയനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്നു. അവനാണ് അന്വേഷിക്കുന്ന ഇടയൻ. ഇവിടുത്തെ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ദൈവത്തെ തേടി ദൈവത്തിന്റെ അടുക്കലേക്ക് പോകണമെന്ന്. പണ്ടൊരാൾ അങ്ങനെ പോയിട്ട് അവൻ പരാജയപ്പെട്ടപ്പോൾ ഒരു പാട്ട് പാടണമെന്ന് തോന്നി. അവൻ പാടിയ പാട്ട് ഏതാണെന്നറിയാമോ? ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ, വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ. ഇവിടുത്തെ മതങ്ങൾ ദൈവത്തെ മനുഷ്യൻ തേടി പോകണമെന്ന് പറയുമ്പോൾ ഈ രാത്രി എന്റെ ഹൃദയം തുറന്ന് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് പറയട്ടെ, സുവിശേഷം ഇന്ന് രാത്രി പ്രഖ്യാപിക്കുന്നത് ദൈവം മനുഷ്യനെ തേടി മനുഷ്യന്റെ അടുക്കലേക്ക് വന്നു എന്നുള്ളതാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി നടത്തിയിട്ടാണ് ഈ അലറുന്നത്. എന്നാലും കുഴപ്പമില്ല, അതിനാ ദൈവം വീണ്ടും ജീവിപ്പിച്ചത്. ഞങ്ങളെ രണ്ടുപേരെയാ ഈ ദിവസങ്ങളിൽ ഒന്നിച്ചു പ്രസംഗിക്കാൻ നിർത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ ആൽബർട്ട് സുനിലിനോട് ചോദിച്ചു, അതെന്താ ബ്രദറെ, ഇപ്രാവശ്യം നമ്മൾ രണ്ടുമാണല്ലോ മിക്കവാറും. അപ്പോൾ അദ്ദേഹം എന്നോട് തമാശയായിട്ട് പറഞ്ഞു, നമ്മൾ രണ്ടുമല്ലേ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ശരിയായിരിക്കാം, എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ഇടയനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ വികാരഭരിതനാകാതിരിക്കും? അതുകൊണ്ട് ഇത് അന്വേഷിക്കുന്ന ഇടയനാണ്. ഈ രാത്രി ഞാനൊരു വസ്തുത പറയാം. 2000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ തേടി മനുഷ്യനെ അന്വേഷിച്ച് ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. അത് ചരിത്ര സത്യമാണ്, വിവരിക്കുവാൻ നിവൃത്തിയില്ല. വേദപുസ്തകം മാറ്റിവെക്കാം, ചരിത്ര പുസ്തകവും മാറ്റിവെക്കാം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനം മാത്രം മതി ആ ദൈവം മനുഷ്യനായി ഈ മണ്ണിലേക്ക് വന്നു എന്നുള്ളത്. ഇപ്പോ നമ്മുടെ മധ്യത്തിൽ അനേകര് യെരൂശലേം കാണാനായി പോകുക. എന്നെയും പലപ്പോഴും വിളിച്ചു, ഇതുവരെ പോകാൻ സാധിച്ചില്ല. ഇനി ആ യെരൂശലേം കാണുമോ? അത് കണ്ടില്ലെങ്കിൽ പുതിയ യെരൂശലേം നിശ്ചയമായി കാണും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, യെരൂശലേമിലേക്ക് ചെന്നാൽ ഈ ഇടയൻ മനുഷ്യനെ തേടി ഇവിടേക്ക് വന്നതായി വേണ്ടുവോളോ തെളിവുകളുണ്ട്. എന്റേതായ വാക്കുകളിൽ ഞാൻ പറയട്ടെ, യെരൂശലേമിലേക്ക് ചെന്നാൽ എന്റെ യേശു കയറിപ്പോയ മലകൾ ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് ഇറങ്ങിപ്പോയ താഴ്വരകള് ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് നടന്നുപോയ പാതകള് ഇന്നും അവിടെയുണ്ട്, അവിടുത്തെ പാദത്തിന്റെ അടിയിൽ ഞെരിഞ്ഞമർന്ന മണത്തരികള് ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് സ്നാനമേറ്റ യോർദാൻ നദി ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് അക്കരയ്ക്കര പോയ ഗലീല കടൽ ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് പ്രാർത്ഥിക്കാൻ പോയ ഗെത്സമനത്തോട്ടം ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് ഉയർത്തപ്പെട്ട ഗോൽഗോഥാ മല ഇന്നും അവിടെയുണ്ട്, അവിടുന്ന് ഒലിവുമലയിലെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ പോയി നിന്ന ഒലിവുമല ഇന്നും അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തു അവൻ അന്വേഷിച്ചു വന്നു. ആരെ അന്വേഷിച്ച്? കാണാതെ പോയ മനുഷ്യവർഗത്തെ അന്വേഷിച്ച്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, അവൻ വന്നു, അന്വേഷിച്ചു വന്നു. എവിടേക്ക് വന്നു? ഗോൽഗോഥാ മല വരെ മനുഷ്യനെ അന്വേഷിച്ചു പോകേണ്ടി വന്നു. എങ്ങനെ പോകേണ്ടി വന്നു? മനുഷ്യന്റെ പാപത്തിന്റെ കടോരത കുമിഞ്ഞുകൂടുന്ന ഭാരമേറിയ മരക്കുരിശെടുത്തുകൊണ്ട് ഗോൽഗോഥാ മല വരെ അവൻ നടന്നു പോകേണ്ടി വന്നു. അന്വേഷിച്ചു നോക്കി നടന്നു എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ട് എടുക്കരുത്. ഈ ഇടയൻ എത്ര കല്ലുകൾ ചവിട്ടി, എത്ര മുള്ളുകൾ ചവിട്ടി, എന്ത് വിശന്നു, എന്ത് ദാഹിച്ചു. ഈ രാത്രിയിൽ അതല്ലയോ യെരൂശലേം വീഥിയിൽ നാം കാണുന്നത്? ഞാൻ ഓർപ്പിച്ചതുപോലെ മാനവജാതിയുടെ പാപത്തിന്റെ കടോരത കുമിഞ്ഞുകൂടുന്ന ഭാരമേറിയ മരക്കുരിശെടുത്തുകൊണ്ട് യേശു നടന്നു പോകുകയല്ലേ ചെയ്യുന്നത്? അവന്റെ മുതുകടി ചുടുവിജാനുകളെ പോലെ നീളത്തിൽ കീറിയിട്ടുണ്ട്, അവന്റെ രോമങ്ങൾ പിഴുതുപറിച്ചിട്ടുണ്ട്, കണ്ണുകെട്ടി അവന്റെ കവിളത്ത് തല്ലിയിട്ടുണ്ട്, ദുർഗന്ധം അമിക്കുന്ന തുപ്പല് അവന്റെ മുഖത്തേറ്റിട്ടുണ്ട്, അവന്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് ആഞ്ഞടിച്ചിട്ടുണ്ട്. രക്തഭിക്ഷക്തനായി അവൻ ആ കുരിശുമെടുത്തുകൊണ്ട് പോകുന്നു.
വീണും എഴുന്നേറ്റും അവൻ ഗോൽഗോഥാ മലയെ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഇത് കണ്ടിട്ട് ഭക്തനായൊരു മനുഷ്യൻ ഇങ്ങനെ ഒരു കവിത എഴുതി: കുരിശും ചുമന്നരയിലെ കീറത്തുണി തുണ്ടുമായി പേണി പേണി നടന്നുകൊണ്ടടികളാൽ ചെഞ്ചോരക ചിന്തിയും വീണും വീണ്ടും എണ്ണീറ്റും ആ കവിളിലെ കണ്ണീർ കണം തൂത്തുമായി കാൽവരി മാമല ചരിവിലെ പോകുന്നതാരാടിവൻ. ഇത് പറയുമ്പോൾ എന്റെ ഹൃദയം നിറയുന്നു, എന്റെ കണ്ണുകൾ നിറയുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്നേഹിച്ച ഒരു ദൈവം എവിടെയുള്ളൂ? ഇതുപോലെ സ്നേഹിച്ച ഒരു ഇടയനേതുള്ളൂ? ഗോൽഗോഥാ മല വരെ കടന്നുപോയി പാപിയെ അന്വേഷിച്ച്. ഇന്ന് രാത്രിയില് ഈ പന്തലിന്റെ കീഴിലിരിക്കുന്ന യുവതിയെ നിന്നെ അന്വേഷിച്ച് ഇന്ന് രാത്രിയിൽ ഇടയൻ നിന്റെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. യുവാവെ, നിന്നെ അന്വേഷിച്ച് ഇന്ന് രാത്രിയിൽ ഈ ഇടയൻ നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന സ്ത്രീയെ, പുരുഷരെ, നിങ്ങളെ അന്വേഷിച്ച് ഇന്ന് രാത്രിയിൽ യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അകന്നുപോയി ആരെങ്കിലുമൊക്കെ ഈ പന്തലിനകത്ത് പിന്മാറ്റക്കാരനായിട്ടിരിപ്പുണ്ടെങ്കിൽ നിന്നെ ദൈവത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സ്നേഹമായ ഇടയൻ നിന്റെ അടുക്കൽ നിന്നെ അന്വേഷിച്ച് വന്നു നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവന്, അശുദ്ധമായൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നിന്നെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ അന്വേഷിച്ച് ഇന്ന് രാത്രി നിന്റെ അടുക്കലേക്ക് ഈ ഇടയൻ വന്നിട്ടുണ്ട്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയവളും അകന്നുപോയവനുമാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ അന്വേഷിച്ച് നിന്റെ അടുക്കലേക്ക് ഈ ഇടയൻ വന്നിട്ടുണ്ട്. അവിടുന്ന് അന്വേഷിക്കുന്ന ഇടയൻ. പാപം ചെയ്തകന്നുപോയി ആദമിനെ തേടി ഏദൻ തോട്ടത്തിൽ ചെന്ന ദൈവം. പാപിനിയായ ശമരിയയിലെ 5 ഭർത്താക്കന്മാരുണ്ടായി. ഇപ്പോൾ ഒരുത്തനുള്ളത് ഭർത്താവുമല്ല. അങ്ങനെയുള്ള സ്ത്രീയെ അന്വേഷിച്ച് ശമരിയയിലേക്ക് ചെന്ന ഈ ഇടയൻ, ചുങ്കക്കാരനായ സക്കായിയെ തേടി യെരിഹോവിലേക്ക് ചെന്ന ഈ ഇടയൻ ഇന്ന് രാത്രിയിൽ ഈ പന്തലിനകത്തിരിക്കുന്ന ഓരോ രക്ഷിക്കപ്പെടാത്ത പാപിയുടെ അടുക്കലേക്കും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെ തേടി അവൻ വന്നിട്ടുണ്ട്. ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ റോഡരികിലും വീടുകളിലുമായി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് ഈ ഇടയൻ നിങ്ങളെ അന്വേഷിച്ച് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഇവൻ അന്വേഷിക്കുന്ന ഇടയനാണ്. വിവരിക്കുന്നില്ല. മൂന്നാമത് ഈ ഇടയന്റെ പ്രത്യേകത അവിടെ എഴുതിയിട്ടുണ്ട്. 4-ാം വാക്യത്തിന്റെ ഒടുഭാഗം അവിടെ പറയുന്നത് കണ്ടെത്തും വരെ. ഈ ഇടയന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഈ ഇടയൻ കണ്ടെത്തുന്ന ഇടയനാണ്. സ്തോത്രം. ഈ ഇടയൻ കണ്ടെത്തുന്ന ഇടയനാണ്. എപ്പോഴാണ് കണ്ടെത്തിയത്? ഈ ആടിനെ കയ്യിൽ കിട്ടിയപ്പോഴാണ് കണ്ടെത്തിയത്. കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഇടയനിലേക്കും മടങ്ങി വന്നപ്പോഴാണ് ഈ ആടിനെ കണ്ടെത്തിയത്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇടയനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഏതൊരു പാപി ഇന്നു രാത്രി മടങ്ങി വരുമോ, അങ്ങനെയുള്ള വ്യക്തിയെ ഇന്നു രാത്രിയിൽ അവൻ കണ്ടെത്തുന്നവനാണ്. സക്കായി യേശുവിനെ കാണാൻ വളരെ ആഗ്രഹിച്ചു. കാട്ടത്തി മരത്തിൽ കയറിയിരുന്നു. വലിയ ശിഖരങ്ങളും ഇലകളുമുണ്ട്. അതിന് മറഞ്ഞവൻ ഇരിക്കുകയാ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ. അവനൊരൊറ്റ ആഗ്രഹമേയുള്ളൂ, യേശുവിനെ കാണണം. യേശു ഇവനെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇന്ന് രാത്രി നമുക്കറിയാം, കാട്ടത്തി മരത്തിന്റെ ചുവട്ടിൽ വന്നപ്പോൾ ആരും യേശുവിന്റെ ചെവിയിൽ മന്ത്രിച്ചില്ല സക്കായി ഇവിടെ ഇരിപ്പുണ്ടെന്ന്. സർവജ്ഞാനിയായ ക്രിസ്തു ആ കാട്ടത്തി മരത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കി ഇലകൾക്ക് ഇടയിൽ ഒളിച്ചിരിക്കുന്ന സക്കായിയോട് പറഞ്ഞു, സക്കായിയെ, വേഗം ഇറങ്ങി വരിക. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയാം, യേശു കാണാതെ വണ്ണം എവിടെയെങ്കിലും മറയത്ത് ഒളിച്ചിരിക്കുന്നവരാകാം ഇന്നു രാത്രിയിൽ എന്റെ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും. ഞാൻ അവരോട് വ്യക്തമായി പറയട്ടെ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം പറയുക, ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിച്ചിരിപ്പാൻ കഴിയുമോ? ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നിന്റെ ഭർത്താവ് കണ്ടില്ലെങ്കിലും, നിന്റെ ഭാര്യ കണ്ടില്ലെങ്കിലും, മാതാപിതാക്കൾ കണ്ടില്ലെങ്കിലും, സഭാവിശ്വാസികൾ കണ്ടില്ലെങ്കിലും, കാണുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവൻ കണ്ടെത്തുന്നവനാണ്.
ഇത് കണ്ടെത്തുന്ന ഇടയൻ. ഇവിടെ ഞാൻ ഓർപ്പിച്ചല്ലോ, കണ്ടെത്തി എന്ന് പറയുമ്പോ ഈ ആട് ഇടയനിലേക്ക് മടങ്ങി വന്നപ്പോഴാ, അഥവാ മാനസാന്തരപ്പെട്ടപ്പോൾ ആ കണ്ടെത്തിയവരെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലധികം സന്തോഷമുണ്ടാകും. അപ്പോഴ് എപ്പോഴാണ് ഈ ഇടയൻ ആടിനെ കണ്ടെത്തിയത്? ഇടയനിലേക്ക് മടങ്ങി വന്നപ്പോൾ, അഥവാ മാനസാന്തരപ്പെട്ടപ്പോൾ. ഇന്ന് രാത്രിയിൽ ഈ മാനസാന്തരത്തിന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വേറെ ചില വാക്കുകളുണ്ട്. ഒന്ന് പുതുതായിട്ട് ജനിക്കുക, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, അഥവാ ദൈവമക്കളാകുക. കേവലം ഒരു മാനസാന്തരമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഇടയൻ നിന്നെ കണ്ടെത്തി ഇടയന്റെ വകയായി തീരണമെന്ന് വരികിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ആര് മാനസാന്തരപ്പെടണം? എല്ലാവരും മാനസാന്തരപ്പെടണം. എവിടുള്ളവരും മാനസാന്തരപ്പെടണം. എല്ലായിടത്തുമുള്ളവര് ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 31-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നുണ്ട്. അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാറ് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. എന്താണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? ഈ മാനസാന്തരത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കേൾക്കണേ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാപത്തെക്കുറിച്ച് അനുതപിക്കുക. രണ്ടാമത്, അനുതപിച്ചിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക, ക്രൂശിങ്കിലേക്ക് തിരിയുക, ക്രിസ്തുവിങ്കിലേക്ക് തിരിയുക. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒന്ന്, പാപത്തെക്കുറിച്ച് അനുതപിക്കണം. രണ്ടാമത്, തിരിയണം. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോ, സമയം നമുക്കില്ലല്ലോ. വേദപുസ്തകം വായിക്കുന്ന സ്വഭാവമുള്ളവരാണല്ലോ ഈ വാക്കുകളെ കേൾക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 3:19 അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ചിലർക്ക് ഈ തിരിവില്ല.